Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവ്വേകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഈ അടുത്തിറങ്ങിയ രണ്ട് സ്മാർട്ട് ഫോൺ വേരിയന്റുകൾ, Realme 6ഉം Realme 6 Proയും. അപ്പോൾ അതിന്റെ രണ്ടിന്റെ ഒരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് ഫോണുകൾ നമ്മൾ 6GB RAM വേരിയന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 6GB RAM വേരിയന്റിൽ രണ്ട് ഡിവൈസുകളും എത്രത്തോളം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ്, ഏത് ഫോണിനാണ് ബെറ്റർ സ്പീഡ് പെർഫോമൻസ്, രണ്ടും 6GB വേരിയൻസ് ആണ്. അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിന്റെ ഫസ്റ്റ് ലാബ് 47 സെക്കൻഡ് കൊണ്ട് Realme 6 Pro പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 59 സെക്കൻഡ് കൊണ്ടാണ് Realme 6 ഫസ്റ്റ് റൗണ്ടിന്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെന്റിൽ ഏത് ഫോണാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. റാം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 6 സെക്കൻഡ് കൊണ്ട് Realme 6 Pro ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം Realme 6 1 മിനിറ്റും 19 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തീർച്ചയായും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് 6 Proയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിൻ്റെ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 6 Proയിൽ 6GB റാം വേരിയൻറ്റ് തീർച്ചയായും Realme 6ൽ 6GB റാം വേരിയൻറ്റിനേക്കാളും നല്ലൊരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കിനി ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിലും എത്രത്തോളം ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്, ഈ രണ്ട് ഫോണുകൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 2 മിനിറ്റും 46 സെക്കൻഡ് കൊണ്ടാണ് റിയൽമി 6 Pro പൂർത്തിയാക്കിയിരിക്കുന്നത്. 10 സെക്കൻഡ് വ്യത്യാസത്തിൽ 2 മിനിറ്റും 56 സെക്കൻഡോടുകൂടി റിയൽമി 6ഉം സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവിടെ വിജയിച്ചിരിക്കുന്നത് റിയൽമി 6 Pro തന്നെയാണ്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാനുള്ള പെർഫോമൻസ് ഏത് ഫോണിനാണ് ബെറ്റർ ആയിട്ടുള്ളത് നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 5 മിനിറ്റും 25 സെക്കൻഡ് കൊണ്ട് റിയൽമി 6 Pro സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റിയൽമി 6 5 മിനിറ്റും 49 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ടിലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് റിയൽമി 6 Proയുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ഓവറോൾ ഒരു 6 Proയിൽ നടത്തിയിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് ആ ഒരു പെർഫോമൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിയൽമി 6 Pro തന്നെയാണ് എല്ലാ റൗണ്ടുകളിലും വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളെല്ലാ ആഴ്ചയും നമ്മുടെ ചാനലിൽ പുതിയ പുതിയ ഗെയിമുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.